ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ വിഷയത്തിനെ കുറിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിനോട് എങ്ങനെ ചോദിക്കാം? അത് പ്രപഞ്ചം നിരസിക്കാൻ കഴിയാത്ത വിധത്തിൽ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടോ? എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഈ പ്രപഞ്ചം കേൾക്കുന്നില്ലേ? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ചോദിച്ചിട്ടും എന്താ ഒന്നും നടക്കാത്തേ? ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തേക്ക് വരുന്നില്ലെന്ന് തോന്നി നമുക്ക് വല്ലാത്തൊരു നിരാശ തോന്നിയിട്ടുണ്ടാകും, അല്ലേ? എന്നാൽ ഞാനൊരു രഹസ്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രപഞ്ചത്തിന് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത ഒരു പ്രത്യേകതരം ചോദ്യം ചോദിക്കുന്ന രീതിയുണ്ട്. അതെ, അങ്ങനൊരു സൂത്രവാക്യമുണ്ട്. ഈ രീതി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു തിരിഞ്ഞു നോട്ടം വേണ്ടി വരില്ല. നിങ്ങളുടെ മുന്നിൽ പുതിയ വാതിലുകൾ താനേ തുറക്കും. ഒന്നിനു പിറകെ ഒന്നായി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും, അതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ. മാജിക് എന്ന് തോന്നാമെങ്കിലും ഇത് മാജിക്കല്ല, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും പ്രപഞ്ചത്തോട് ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിൽ ചെറിയ തെറ്റുകൾ വരുത്താറുണ്ട്. നമ്മൾ ഒരുപാട് കെഞ്ചുന്നു, അപേക്ഷിക്കുന്നു, വെറുതെ ആശിച്ച് കാത്തിരിക്കുന്നു. എന്നാൽ പ്രപഞ്ചം നമ്മുടെ ഈ ഒരു നിരാശയോടുള്ള യാചനകളോട് പ്രതികരിക്കില്ല. അത് പ്രതികരിക്കുന്നത് വ്യക്തമായ ഉറപ്പിനോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളോടാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ വെറും സ്വപ്നങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആ അമൂല്യമായ രഹസ്യം എന്താണെന്ന് ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും പ്രപഞ്ചത്തോട് എങ്ങനെ കൃത്യമായിട്ട് ആശയവിനിമയം നടത്താമെന്നും അതിൽ നിന്ന് എങ്ങനെ ഒരു അനുകൂല പ്രതികരണം ഉറപ്പാക്കാമെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകൾ ചിലപ്പോൾ അവർ അറിയാതെയാണെങ്കിൽ പോലും പണവും സ്നേഹബന്ധങ്ങളും നല്ല ആരോഗ്യവും സന്തോഷവും അവരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ ഫോർമുലയുണ്ട്. അതെന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇതൊരു വെറും പോസിറ്റീവ് ചിന്തയെക്കുറിച്ചുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല. ഇത് നിങ്ങളുടെ ഊർജത്തെ പ്രപഞ്ച ഊർജവുമായിട്ട് ശരിയായ രീതിയിൽ വിന്യസിക്കുന്നതിനെ കുറിച്ചാണ്. വളരെ കൃത്യമായ ഒരു രീതിയാണിത്. നിങ്ങളിത് ജീവിതത്തിൽ പ്രയോഗിച്ചു തുടങ്ങിയാൽ അതിൻ്റെ അനുകൂലമായ സൂചനകൾ നിങ്ങൾക്ക് ഉടനടി കണ്ടു തുടങ്ങും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഗുരുത്വാകർഷണ നിയമം പോലെ ചില അടിസ്ഥാന നിയമങ്ങൾ പ്രപഞ്ചത്തിനുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ നിയമങ്ങൾ പ്രവർത്തിക്കും. ഈ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും കഷ്ടപ്പെടുന്നത്. എന്നാൽ അവയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആകെ മാറും. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവുക. കാരണം പ്രപഞ്ചത്തെ കൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുപ്പിക്കുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ ഞാനിവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ വിട്ടുപോയ ഭാഗം ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വ്യക്തത നൽകാം. ഉദ്ദേശശുദ്ധിയുടെ മാന്ത്രികത. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. പലരും ഇവിടെ തെറ്റ് ചെയ്യുന്നത് അവർ വളരെ അവ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നു എന്നതാണ്. എനിക്ക് സന്തോഷം വേണം, എനിക്ക് കൂടുതൽ പണം വേണം എന്നൊക്കെ പറയുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്ററോട് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് ആശയക്കുഴപ്പമുണ്ടാവും, അല്ലേ? നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് വ്യക്തമാക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടും. നിങ്ങൾക്ക് ബിരിയാണിയാണോ വേണ്ടത്, അതോ ഊണാണോ വേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പൈസി ഐറ്റംസ് ആണോ? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയാതിരുന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ലഭിക്കില്ല. പ്രപഞ്ചവും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ എല്ലാം മാറും. എനിക്ക് പണക്കാരനാകണം എന്ന് പറയുന്നതിന് പകരം കൂടുതൽ വ്യക്തതയോടെ എനിക്ക് സന്തോഷം നൽകുന്ന അവസരങ്ങളിലൂടെ മാസം 5 ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം വേണം എന്ന് പറയുന്നതിന് പകരം
എന്നെ ആഴത്തിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുമായി ഞാൻ സംതൃപ്തമായ ഒരു ബന്ധത്തിലാണ് എന്ന് പറയുക. പ്രപഞ്ചം വെറും ആഗ്രഹങ്ങളോട് പ്രതികരിക്കില്ല, അത് വ്യക്തതയോട് പ്രതികരിക്കും. നിങ്ങൾ ചോദിക്കുന്നതിൽ എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകും. ഞാൻ ആ പോയിന്റ് ഒന്നും കൂടി പറയാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വ്യക്തമാക്കുന്നുവോ അത്രയും വേഗത്തിൽ പ്രപഞ്ചം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇമോഷൻസ് ആണ് പ്രപഞ്ചത്തിൻ്റെ ഭാഷ, അതായത് നിങ്ങളുടെ വികാരങ്ങൾ. ഇനി വ്യക്തമായ ആഗ്രഹം മാത്രം മതിയോ? പോരാ, നിങ്ങളുടെ വികാരങ്ങൾ അതായത് ഇമോഷൻസ് ആണ് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ എത്ര മനോഹരമായിരുന്നാലും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ 100 തവണ നിങ്ങൾ എഴുതി വച്ചാലും, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ സംശയമോ ഭയമോ ഇല്ലായ്മ എന്ന ചിന്തയോ ആണെങ്കിൽ അത് പ്രവർത്തിക്കില്ല. പ്രപഞ്ചം നിങ്ങൾ വാക്കുകളിലൂടെ പറയുന്നത് കേൾക്കില്ല, അത് നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫീലിങ്സ് ആണ് കേൾക്കുന്നത്, അതായത് ആ ഒരു ഇമോഷൻസ് ആണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും തീവ്രമായി ആഗ്രഹിക്കുന്നവർക്ക് അത് കൂടുതൽ അകന്നു പോകുന്നത്. അവരുടെ ആഗ്രഹം നിരാശയോടും ഉത്കണ്ഠയോടും ആകാംക്ഷയോടും കലർന്നിരിക്കും. അത്തരം വികാരങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു സിഗ്നൽ ആകുന്നു. അത് സമൃദ്ധിക്ക് പകരം കൂടുതൽ ഇല്ലായ്മയെ ആകർഷിക്കുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള യാഥാർത്ഥ്യവുമായി നിങ്ങളുടെ വികാരങ്ങളെ ക്രമീകരിക്കുമ്പോൾ എല്ലാം ഒത്തുചേരുന്നു. നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ പണം വരുന്നതുവരെ കാത്തിരുന്ന് സമൃദ്ധി അനുഭവിക്കാൻ ശ്രമിക്കരുത്, അതിപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി വരുന്നത് വരെ കാത്തിരുന്ന് സ്നേഹം അനുഭവിക്കാൻ ശ്രമിക്കരുത്. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കുക, സ്വയം സ്നേഹിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു എന്ന തോന്നലിൽ ജീവിക്കുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയല്ലാതെ പ്രപഞ്ചത്തിന് മറ്റ് വഴികളില്ല. ഇവിടെയാണ് മിക്ക ആളുകൾക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവർ ചിന്തിക്കും, ഇതുവരെ യാഥാർത്ഥ്യമല്ലാത്ത ഒന്നിനെ എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും? നിങ്ങൾക്ക് വേണ്ടത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് അതെങ്ങനെ അനുഭവിക്കാം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി പറയാം. എന്നാൽ ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. പഠനങ്ങൾ പോലും ഇത് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. കായിക താരങ്ങൾ തങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നതായിട്ട് മനസ്സിൽ കാണുമ്പോൾ അവരുടെ പേശികളിൽ പോലും ആ ഒരു മാറ്റങ്ങൾ പ്രതിഫലിക്കുമത്രേ. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കാതെ ആദ്യം അവയെ അനുഭവിക്കാൻ തുടങ്ങുക. ആ രൂപത്തിലേക്ക് നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം ലഭിച്ച വ്യക്തിയെപ്പോലെ നടക്കുക, സംസാരിക്കുക, ചിന്തിക്കുക. കാരണം നിങ്ങളുടെ വികാരങ്ങളും ഉദ്ദേശങ്ങളും ശരിയായ രീതിയിൽ ഒത്തുചേരുമ്പോൾ പ്രപഞ്ചം ഉടനടി പ്രതികരിക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ഒരു ഉപകരണമാണ്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചാൽ ജീവിതം മാറും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ, ദൃശ്യവൽക്കരണത്തിൻ്റെ മാന്ത്രിക ശക്തി. നമ്മുടെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ വലിയ നേട്ടവും ഓരോ വലിയ മുന്നേറ്റവും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഓരോ നിമിഷവും യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഒരു ചിത്രമായി, ഒരു ദൃശ്യമായി നമ്മുടെ മനസ്സിൽ ആദ്യം നിലനിന്നിരുന്നു. ഇതാണ് വിഷ്വലൈസേഷൻ്റെ ശക്തി. വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരു സിനിമ സ്ക്രീൻ പോലെയാണ്. വിഷ്വലൈസേഷൻ എന്നത് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി ഇവിടെ പറയാം. ഒരു ഓട്ടക്കാരൻ മത്സരത്തിന് മുൻപ് കണ്ണുകൾ അടച്ച് ഫിനിഷ് ലൈൻ കടക്കുന്നത് മനസ്സിൽ കാണുന്നു. കാണികളുടെ ആർപ്പുവിളി, മെഡൽ കഴുത്തിൽ വീഴുന്ന ആ ഒരു ഭാരം, വിജയത്തിൻ്റെ ആ ഒരു ത്രില്ല്, ഇതെല്ലാം അവൻ മനസ്സിൽ അനുഭവിക്കുന്നു. പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ വിഷ്വലൈസേഷൻ അവൻ്റെ പ്രകടനത്തെ മെച്ചപ്പെടുത്തുന്നു എന്നതാണ്.
നിങ്ങളുടെ ജീവിതത്തിലും ഇതേ രീതി ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു പുതിയ വീട്, അല്ലെങ്കിൽ ഒരു സ്വപ്ന ജോലി. ഒരു ശാന്തമായ ഇടത്തിരുന്ന് കണ്ണുകൾ അടച്ച് ആ ചിത്രം മനസ്സിൽ വ്യക്തമായിട്ട് കാണൂ. നിങ്ങളുടെ വീട് എങ്ങനെയാണ്? ജനലുകളിലൂടെ വെളിച്ചം വരുന്നുണ്ടോ? മുറികൾ എങ്ങനെയാണ്? നിങ്ങളുടെ ജോലിസ്ഥലം എങ്ങനെയാണ്? നിങ്ങളുടെ മേശ, നിങ്ങളുടെ സഹപ്രവർത്തകർ, നിങ്ങളുടെ സന്തോഷം, ഇതെല്ലാം കാണൂ. നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? നിങ്ങളുടെ പങ്കാളിയുടെ പുഞ്ചിരി, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഊഷ്മളത, ഇതെല്ലാം അനുഭവിക്കൂ. ഞാൻ കുറച്ചും കൂടി വ്യക്തമാക്കാം. ആദ്യം ആരും ശല്യപ്പെടുത്താത്ത ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക. കണ്ണുകൾ അടച്ച് ശരീരം പൂർണ്ണമായിട്ട് വിശ്രമിക്കാൻ ആഴത്തിൽ ശ്വാസമെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു മാനസിക ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുക. അത് കഴിയുന്നത്ര യാഥാർത്ഥ്യമാക്കുക. അതെങ്ങനെ കാണുന്നു? അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? എന്ത് ശബ്ദങ്ങളാണ് നിങ്ങൾ അവിടെ കേൾക്കുന്നത്? എത്രത്തോളം വിശദാംശങ്ങൾ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ശക്തമായിരിക്കും ആ ഒരു അനുഭവം. അടുത്തതായിട്ട് നിങ്ങളുടെ വികാരങ്ങളെ അതിലേക്ക് കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ വെറുതെ കണ്ടാൽ മാത്രം പോരാ, അത് അനുഭവിക്കുക. നിങ്ങൾ സമ്പത്തിനെ കുറിച്ചാണ് ദൃശ്യവൽക്കരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വർദ്ധിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആവേശം സങ്കല്പിക്കുക. നിങ്ങൾ സ്നേഹത്തെയാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അനുഭവിക്കുക. ഇത് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇത് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഈ വീഡിയോ ലെങ്തി ആക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങളിത് എത്രമാത്രം ഇത് കാണുന്നവർക്ക് ഇത് എത്രമാത്രം മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. ഇത് എനിക്കെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാനിത് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ചു കൂടുതലായിട്ട് പറഞ്ഞത്. ഇനി 4ാമത്തെ സ്റ്റെപ്പാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അതായത് പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ ഇല്ലാതാക്കുക. പക്ഷേ ഇവിടെയാണ് പലർക്കും ഒരു വലിയ വെല്ലുവിളി നേരിടുന്നത്. അവർ ദൃശ്യവൽക്കരണം നടത്തിയാലും അത് തങ്ങൾക്ക് സംഭവിക്കുമെന്ന് അവർക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയാറില്ല. ഇത് കാരണം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളാണ് അവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത അദൃശ്യമായ മാനസിക തടസ്സങ്ങൾ. പണം സമ്പാദിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എനിക്ക് സ്നേഹബന്ധങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, വിജയം മറ്റുള്ളവർക്കുള്ളതാണ്, എനിക്കുള്ളതല്ല എന്നൊക്കെ നിങ്ങൾ സ്വയം പറയുന്നത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ വിശ്വാസങ്ങൾ നിങ്ങളെ ഒരേ യാഥാർത്ഥ്യത്തിൽ വീണ്ടും വീണ്ടും കുടുക്കിയിടുന്ന ചങ്ങലകൾ പോലെയാണ്. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നാൽ അവയിലേറെയും നിങ്ങളുടെ സ്വന്തമല്ല എന്നതാണ്. സമൂഹം, കുടുംബം, മുൻകാല അനുഭവങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചവയാണ്. എന്നാൽ അവയെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അവ സത്യമാണെന്ന അർത്ഥമില്ല കേട്ടോ. ഈ കെട്ടുകളിൽ നിന്ന് മോചിതരാകാൻ നിങ്ങളുടെ മാനസിക സ്ക്രിപ്റ്റ് തിരുത്തി എഴുതണം. ഒരു പരിമിതപ്പെടുത്തുന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴെല്ലാം അതിനെ ചോദ്യം ചെയ്യുക. സ്വയം ചോദിക്കുക, ഇത് ശരിക്കും സത്യമാണോ? അതോ എനിക്കിത് മറ്റാരോ പഠിപ്പിച്ചു തന്ന ഒരു ചിന്തയാണോ? എന്നിട്ട് അതിനെ ഒരു പുതിയ കൂടുതൽ ശക്തി നൽകുന്ന വിശ്വാസം കൊണ്ട് മാറ്റി സ്ഥാപിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മനസ്സ് എനിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിനെ അവിടെ വെച്ച് തന്നെ തടയുക. എന്നിട്ട് ഇങ്ങനെ മാറ്റി എഴുതുക: വിജയം എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്, ഞാൻ എടുക്കുന്ന ഓരോ ചുവടും എന്നെ അതിലേക്ക് അടുപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സ് എനിക്ക് സമൃദ്ധി അർഹതയില്ല എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ എതിർക്കുക: ഞാൻ സമ്പത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും പൂർണ്ണമായും അർഹനാണ്. നിങ്ങൾ ഇത് കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ പുതിയ വിശ്വാസങ്ങളെ സത്യമായി അംഗീകരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം അതിനെ പിന്തുടരുന്നു. കാരണം ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നത് വെറും ആഗ്രഹത്തിനെ കുറിച്ചല്ല, അത്
തങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനകം ലഭിച്ച വ്യക്തിയായിട്ട് മാറുന്നതിനെ കുറിച്ചാണ്. ആ മാറ്റം ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ കിട്ടിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതൂ, നിങ്ങളുടെ ജീവിതവും മാറും. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം കുറവ് എന്നതിൽ നിന്നും സമൃദ്ധി എന്നതിലേക്ക് മാറുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ നൽകും. നന്ദി എന്നത് വെറും നന്ദി എന്ന് പറയുന്നതല്ല, അത് ആഴത്തിൽ അനുഭവിക്കുന്നതാണ്. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ഫോൺ എടുക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾക്ക് നന്ദി പറയൂ. അത് വലിയ കാര്യമൊന്നും ആകണമെന്നില്ല. നിങ്ങളുടെ ജനലിലൂടെ വരുന്ന ആ ഒരു വെളിച്ചം, നിങ്ങളുടെ കിടക്കയുടെ ആ ഒരു സുഖത്തിനുള്ള നന്ദി, പിന്നെ നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം, ഇത് മതി. മിക്ക ആളുകളും ചെയ്യുന്നൊരു തെറ്റുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് കിട്ടുമ്പോൾ ഞാൻ നന്ദിയുള്ളവനാകും എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ ഇത് തികച്ചും തെറ്റായ ചിന്തയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആദ്യം നന്ദിയുള്ളവനാകണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നത് മറ്റൊരു ശക്തമായ രീതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതിന് മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിനകം നടന്നതുപോലെ എഴുതൂ. എനിക്ക് എൻ്റെ സ്വപ്ന ജോലി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെഴുതുന്നതിന് പകരം, എൻ്റെ സ്വപ്ന ജോലിക്ക് ഞാൻ നന്ദിയുള്ളവനാണ്, അതെന്നെ സന്തോഷിപ്പിക്കുന്നു എന്നെഴുതൂ. നിങ്ങളുടെ മനസ്സ് ഇതിനെ യാഥാർത്ഥ്യമായി സ്വീകരിക്കും, പ്രപഞ്ചവും അത് നിങ്ങൾക്ക് നൽകും. ഇനി 6ാമത്തെ സ്റ്റെപ്പാണ് ഇൻസ്പയർഡ് ആക്ഷൻ. ഈ കൃതജ്ഞത മാത്രം പോരാ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന് മുന്നിൽ വെച്ച് നന്ദിയോടെ ജീവിക്കുന്നതിനോടൊപ്പം നിങ്ങൾ പ്രവർത്തിക്കണം. പ്രപഞ്ചം നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നു തരും, പക്ഷേ നിങ്ങൾ അവ എടുക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ സാമ്പത്തിക വിദ്യാഭ്യാസം നേടണം, പുതിയ അവസരങ്ങൾ തേടണം. ചെറിയ ചെറിയ ചുവടുകൾ വെക്കൂ. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല പതിപ്പ് ആകാൻ ശ്രമിക്കൂ. അങ്ങനെ ശരിയായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. അവസരങ്ങൾ പലപ്പോഴും ചെറിയ സൂചനകളായിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഒരു പുതിയ ആശയം, ഒരു സംഭാഷണം, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു തോന്നൽ, ഈ സൂചനകൾ ശ്രദ്ധിക്കുക. പ്രപഞ്ചം നമ്മളോട് ആശയവിനിമയം നടത്തുന്നത് നമ്മുടെ ഉള്ളിലെ അവബോധത്തിലൂടെയാണ്, ഒരു തരം ആഴത്തിലുള്ള ഉൾക്കാഴ്ചയിലൂടെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തോട് ആകർഷണം തോന്നുമ്പോൾ അതിനെ വിശ്വസിക്കുക, ധൈര്യമായിട്ട് പ്രവർത്തിക്കുക. ഏറ്റവും ചെറിയ ചുവടുവെപ്പിന് പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ കഴിയും. ഒരു വലിയ പുഴ ചെറിയ തുള്ളികളിൽ നിന്ന് തുടങ്ങുന്നത് പോലെ. ഇനി 7ാമത്തെ സ്റ്റെപ്പാണ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നത്. പക്ഷേ ഇവിടെയാണ് പലർക്കും ഏറ്റവും പ്രയാസം വരുന്നത്. ഈ പ്രക്രിയയെ വിശ്വസിക്കുക എന്നതാണ്. ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ സംശയിക്കാൻ തുടങ്ങും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരും. എന്നാൽ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നത് ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനെ കുറിച്ചല്ല. അത് നിങ്ങളുടെ ഊർജത്തെ പ്രപഞ്ചവുമായി ശരിയായ രീതിയിൽ വിന്യസിക്കുന്നതിനെക്കുറിച്ചും കാര്യങ്ങൾ താനെ സംഭവിക്കാൻ അനുവദിക്കുന്നതിനെക്കുറിച്ചുമാണ്. പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് അതിൻ്റെതായ ദിവ്യമായ സമയത്താണ്, മനുഷ്യന്റെ സമയപരിധികൾക്കല്ല. നിങ്ങൾക്ക് ഉടനടി ഫലങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും കാര്യങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ടാകില്ല എന്ന് അർത്ഥമില്ല. ഒരു വിത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഒരു വിത്ത് മണ്ണിൽ നടുമ്പോൾ അത് വളരുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും കുഴിച്ചു നോക്കില്ല, അല്ലേ? നിങ്ങൾ അതിന് വെള്ളം നൽകും, സൂര്യപ്രകാശം ലഭിക്കാൻ അനുവദിക്കും, അത് തീർച്ചയായിട്ടും പൂക്കുമെന്ന് വിശ്വസിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക, അത് ഇതിനകം സംഭവിച്ചതുപോലെ മനസ്സിൽ അനുഭവിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, എന്നിട്ട് എല്ലാം വിട്ടുകളയുക. അങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ സംഭവിക്കണം എന്നതിനെക്കുറിച്ചുള്ള
നിങ്ങളുടെ നിയന്ത്രണം വിട്ടുകളയുക. പ്രത്യേക ഫലങ്ങളോടുള്ള നിങ്ങളുടെ അമിതമായ ആഗ്രഹം ഉപേക്ഷിക്കുക. എന്നിട്ട് കാര്യങ്ങൾ എത്ര എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു എന്ന് കാണുക. കാരണം നിങ്ങൾ പ്രപഞ്ചത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുകയല്ലാതെ മറ്റു മാർഗമില്ല. പ്രപഞ്ചം നിങ്ങളോടൊപ്പം ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ട്. നിങ്ങൾ അതിലേക്ക് ക്രമീകരിക്കുക മാത്രം മതി. നമ്മൾ ഇന്ന് ഉദ്ദേശത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വിഷ്വലൈസേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃതജ്ഞത നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. നിങ്ങളുടെ ഉള്ളിലെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ എങ്ങനെ ചെയ്യാമെന്നും ഏറ്റവും പ്രധാനമായി ഈ പ്രക്രിയയെ എങ്ങനെ വിശ്വസിക്കാമെന്നും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നത് ഈ തത്വങ്ങൾ വെറുതെ അറിയുന്നതിനെ കുറിച്ചല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ അവയെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വ്യക്തമാക്കുക. അത് നിങ്ങളുടെ സ്വന്തമാണെന്ന് ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ആ ദിശയിലേക്ക് ചെറിയ ചുവടുകളെങ്കിലും വെക്കുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ഊർജത്തോട് പ്രതികരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി നിങ്ങൾ യോജിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ അവയോട് അലൈൻ ചെയ്യണം, അത്രമാത്രം. ഇൻറ്റൻഷൻ, ഇമോഷൻസ്, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഇൻസ്പയർഡ് ആക്ഷൻ, ട്രസ്റ്റ്, ഈ 6 ചുവടുകൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ജീവിതം ഒരു മാന്ത്രിക യാത്രയാണ്. നിങ്ങൾ അതിൻ്റെ സൃഷ്ടാവാണ്. നിങ്ങളുടെ മനസ്സും പ്രപഞ്ചവും ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശക്തിയെ ഉണർത്തൂ. പ്രപഞ്ചത്തോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്